ജീവിക്കാൻ വേണ്ടിയുള്ള ജോലി ഒരിക്കലും നിങ്ങളുടെ ജീവൻ എടുക്കരുത്. മാനസിക പിരിമുറുക്കങ്ങൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആൻസൈറ്റി, ഡിപ്രഷൻ, ബേൺ ഔട്ട്, സ്ട്രെസ്. Hey team, for positive news. നമ്മുടെ പുതിയ പ്രോജക്റ്റ് സാങ്ഷൻ ആയിട്ടുണ്ട്. Oh great. Yes. രവതി, അന്നത്തെ ആ ഫയൽ ഒന്ന് കാണിച്ച്. കണ്ടല്ല. ഇന്നിങ്ങനെ അയാളുടെ മുഖം നേരെ വെച്ച് എറിഞ്ഞുണ്ടല്ലോ. ഓഫീസിൽ വന്ന നാളെ മുതൽ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമാണെന്ന് അറിയാം. നേരെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതെ അതെ അതെ, കൂടുതൽ സന്തോഷിക്കാനൊന്നുമില്ല. നമ്മുടെ ലാസ്റ്റ് മന്ത് പ്രോജക്റ്റ് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. സോ എല്ലാവരും വീക്കെൻഡിൽ ഓവർ ടൈം കൂടെ ചെയ്യേണ്ടി വരും. സോ എല്ലാവരും നല്ലതായിട്ട് ജോലി ചെയ്യും. മനുഷ്യന് കഷ്ടപ്പെടാ ജോലി ചെയ്ത്. അത് ലോണ് ഈ ലോണ് ഇത് ഇവിടുത്തെ ഇത് ആ EMI ഈ EMI എങ്ങനെങ്കിലൊക്കെ ഒന്ന് ജീവിച്ച് പോണെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇത് കൂട്ട് ജോലി. ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളതാണ് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയിട്ട് വീട്ടിലെങ്ങാണ് വരുന്നാലോ. പക്ഷേ ഈ വീടിന്റെ ലോണും കുട്ടികളുടെ പഠിത്തവും ഒക്കെ ആലോചിക്കുന്ന ഉടനെ അതിനും മനസ്സ് വരുന്നില്ല. എന്ത് ചെയ്യാൻ? ഈ 100 കൂട്ടം കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ടിട്ടാ എഡ്യൂക്കേഷനിലൂടെങ്കിലും ഒന്ന് തിരിച്ചടയ്ക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഈ ജോലി ഉപേക്ഷിച്ചിട്ട് പോവായിരുന്നു. എന്ത് ചെയ്യാം, ചെയ്തല്ലേ പറ്റൂ. ഈ സൺഡേ ആണെങ്കിൽ ഒന്ന് പുറത്തു പോകണമെന്ന് വിചാരിച്ചതാ. എവിടെ ഈ കഥാപാത്രങ്ങളൊക്കെ നിങ്ങളിൽ പലരുമല്ലേ? ഈ അടുത്ത് നമ്മൾ കണ്ടതാണ് ജോലിഭാരം കൂടിയത് കൊണ്ട് മനസ്സും ശരീരവും തളർന്ന് ഒരു പെൺകുട്ടി മരിച്ചത്. അത് വാർത്തയായപ്പോൾ നമ്മളെല്ലാവരും ജോലിഭാരം, വർക്ക് ലൈഫ് ബാലൻസ് എന്നിവയെ പറ്റിയൊക്കെ സംസാരിച്ചു. പക്ഷെ എത്ര പേര് അതിൻ്റെ പ്രാധാന്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്? ജീവിക്കാൻ വേണ്ടിയുള്ള ജോലി ഒരിക്കലും നിങ്ങളുടെ ജീവൻ എടുക്കരുത്. ഇടതടവില്ലാതെയുള്ള ജോലിയും നോ പറയാനുള്ള വിമുഖതയും പലപ്പോഴും നമ്മളെ പ്രശ്നത്തിലാക്കുന്നു, അല്ലേ? ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ ജോലി സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്നത്. മാനസിക പിരിമുറുക്കങ്ങൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആൻസൈറ്റി, ഡിപ്രഷൻ, ബേൺ ഔട്ട്, സ്ട്രെസ്, മൂഡ് ഡിസ്റ്റർബൻസ്, ചില സബ്സ്റ്റൻസുകളുടെ അമിത ഉപയോഗം, ലഹരിക്ക് അടിമയാകുന്നു എന്നിവയൊക്കെ നമ്മളെ പിടിമുറുക്കിയെന്ന് വരാം. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തോന്നിയാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മാനസിക രോഗ വിദഗ്ധനെ സമീപിക്കുക. കാരണം ജീവിതം നഷ്ടമാക്കിക്കൊണ്ട് ജോലി ചെയ്യുന്നത് ചുമരില്ലാതെയുള്ള ചിത്രമെഴുത്ത് പോലെയാണ്.